അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിനിമയുടെ ഒരു ചെറിയൊരു അവലോകനമാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണാൻ കാത്തിരിക്കുന്ന പല സിനിമകളും നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തിനാ ആ സിനിമ കണ്ടതെന്നൊരു തോന്നലായി പോകുന്ന രീതിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ പലതും റിലീസായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ മരണമാസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അവിടെ ബേസിലിൻ്റെ. ഞാൻ വിചാരിച്ചു സൂപ്പർ പടമായിരിക്കുന്നു. പക്ഷേ കണ്ടു വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് സൂപ്പറും ഇല്ല ഒന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. എന്തിനാണ് ഇങ്ങനൊരു പടത്തിൽ ബേസിൽ അഭിനയിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു പോകും ചിലപ്പോൾ. എന്നുവെച്ചാൽ ബേസിലിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു പടം, എപ്പോഴും നല്ലൊരു സിനിമ, നല്ല കോമഡിയും നല്ലൊരു വൈബൊക്കെ ഉള്ളൊരു സിനിമയാണ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷയിൽ നിന്നും വളരെ വളരെ എന്താ പറയുക, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു മരണമാസം. അതിന് മുന്നൊരു സിനിമ ഉണ്ടായിരുന്നു ഞങ്ങൾ ബേസിലിൻ്റെ, പ്രാവൻകൂട് ഷാപ്പ്. ഇതിലും നല്ലത് പ്രാവൻകൂട് ഷാപ്പായിരുന്നു. ഈ മരണമാസിനേക്കാളും നല്ല സിനിമ എന്തുകൊണ്ടും പ്രാവൻകൂട് ഷാപ്പ് തന്നെ ആയിരുന്നു. എന്തെങ്കിലും അതിനകത്തുണ്ടായിരുന്നു, ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഏറ്റവും അവസാനം എന്തെങ്കിലുമൊക്കെ ചിരിക്കാനൊക്കെ ഉള്ളത് ഏറ്റവും അവസാനം ആ ഇടി, എന്താ പറയുന്നത്, ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കിടന്നുള്ളൊരു ഇടി, അതാണ് എന്തെങ്കിലും ഉള്ളത്. അല്ലാതെ വേറെ നോക്കുകയാണെന്നെങ്കിൽ ഒന്നുമില്ല സിനിമ. അത് നമ്മൾ ഇരുന്ന് ചുമ്മാ സമയം കളയല്ലാതെ അതിൽ നിന്നൊന്നും നമുക്ക് ഉൾക്കൊള്ളാനായിട്ടോ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു സന്ദേശമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. നമ്മൾ ഈ സിനിമ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്യുക, ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക, ഇനി അടുത്തത് എന്താണ് എന്നുള്ള ത്രില്ലർ മൂവി, ക്രൈം മൂവിയൊക്കെ ആകുമ്പോൾ ആ ഒരു സെറ്റപ്പിലൊക്കെ, അല്ലെങ്കിൽ ഹൊറർ മൂവി ആകുമ്പോൾ പേടിച്ച് ഇനി അടുത്ത് എന്താകും, അതിനകത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നതൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കും. ഇത് അങ്ങനെ ഒന്നുമില്ല, ചുമ്മാ കുറച്ച് ആൾക്കാരുടെ കുറച്ച് പടം. ടൊവിനോ ആണ് അത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ കോമഡി. ടൊവിനോ എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ തകർത്തു, നല്ല അടിപൊളി സിനിമയായിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണുകയും ചെയ്തു. പക്ഷേ ഒന്നുമില്ലാതെ വളരെ ബിഗ് സീറോ ആക്കി കളഞ്ഞൊരു പടമാണ് മരണമാസ്. എന്താ ഒരു സൈലൻറ്റ് കില്ലറിൻ്റെ കഥ. സൈലൻറ്റ് കില്ലറിനെ കാണില്ല അതിലും വലിയ കോമഡി. സാധാരണ നമ്മൾ സൈലൻറ്റ് കില്ലറിനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഗുമ്മോട് കൂടിയിട്ടൊക്കെ കാണിക്കുന്നില്ലേ സിനിമയ്ക്കകത്ത് കാണുന്നത്. വായിക്കകത്ത് പഴം തൂരിക്ക് വെച്ചിട്ട് കൊന്നിട്ട് പോകുന്നതും, ഏറ്റവും അവസാനം ശവപ്പെട്ടി എന്താ പറയുന്നത്, ആ ഡെഡ് ബോഡി എടുത്തിടുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ അച്ഛനാണെന്ന് പറയുന്ന രംഗവും, ഒരേ രീതിയിലുള്ള അച്ചു കുത്തിയേക്കുന്ന രംഗമൊക്കെ വളരെ എന്താ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബാബു ആൻ്റണിയുടെ ഒരു ആക്ഷൻ ഒരു സ്റ്റൈലുണ്ടാവും, ഒരു ഇടി, അത് സൂപ്പറായിരുന്നു, തകർത്തു. അതല്ലാതെ വേറെ ഒന്നും അതിലില്ല. അപ്പോൾ ഇനിയെങ്കിലും നല്ല സിനിമകളൊക്കെ കാണാൻ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടിരിക്കുകയാണ്. ബേസിലിൻ്റെ അടുത്ത പടമൊക്കെ വരുമ്പോൾ അടിപൊളി പടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ്, പ്രത്യേകിച്ച് ആ സിനിമയെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇതൊക്കെയാണ് ആ സിനിമയിലുള്ളത്. ചുമ്മാതെ ആ ബസ് ഓടിച്ചുകൊണ്ട് ആ ഡെഡ് ബോഡിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ആ കൊച്ചു പെപ്പർ സ്പ്രേ അടിക്കുമ്പോൾ ആ അപ്പൂപ്പൻ മരിച്ചു പോകുന്നു. അപ്പൂപ്പനാണെങ്കിൽ വലിയൊരു കോഴിയായിട്ടുള്ളൊരു അപ്പൂപ്പനെ കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്നു. എന്താ പറയുക, ചുമ്മാതെ കുറച്ച് ആൾക്കാരുടെ ഒരു 2-2.5 മണിക്കൂർ ചുമ്മാ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ ആ ഒരു സിനിമ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ആ ഒരു സിനിമയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ബേസിൽ നല്ല അടിപൊളി ജെ ഹേഡൊക്കെ കൂട്ടുള്ള എൻ്റെ പൊന്നെ, അതൊക്കെ എന്നാ പടമായിരുന്നു. അതുകൊണ്ടുള്ള സിനിമകളൊക്കെ കാണാൻ ഞങ്ങളിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് കേട്ടോ.